നമസ്കാരം, ഞാൻ മഞ്ജിത അച്യുതൻ. വെൽക്കം ടു അവർ ചാനൽ സീൽ ഫോർ ജിന്ദഗി. ഞങ്ങൾ മൂന്നാർക്കൊരു ട്രിപ്പ് പോവാണ്. അത് മെയ് ലോക്ക്ഡൗണിന് മുമ്പ് ഏപ്രിലാണ് ഞങ്ങൾ പോയത്. ഈ ട്രിപ്പ് ഞങ്ങളുടെ ഫ്രണ്ട് റെജി, മോണിക്ക, അവരുടെ സ്വീറ്റ് ലിറ്റിൽ ബോയ് ആൻഡ് അസ് ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ബ്ലാങ്കറ്റ് റിസോർട്ട് ആൻഡ് സ്പാ മൂന്നാർ, അങ്ങോട്ടേക്കാണ് ഈ ട്രിപ്പ്. പോകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് റിവ്യൂസും ബ്രെത്ത് ടേക്കിംഗ് ഫോട്ടോസും എല്ലാം കണ്ട് വി were like so very excited to go there, and once we reached there ആ എക്സൈറ്റ്മെൻറ്റിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി. അതിൻ്റെ തൊട്ട് തന്നെ ഒരു വാട്ടർഫോൾ ഉണ്ട്. ഏത് സ്ഥലത്ത് കൂടെ നോക്കിയാലും ബ്രെത്ത് ടേക്കിംഗ് വ്യൂസ്. ത്രൂ എവറി വിൻഡോ യു ആർ ഗോയിങ് ടു ഗെറ്റ് എ വണ്ടർഫുൾ വ്യൂ ഔട്ട്സൈഡ്. ശരിക്കും ഞങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. നോക്കി എന്തൊരു ഭംഗിയാണല്ലേ. ആൻഡ് അവിടുത്തെ സ്റ്റാഫിൻ്റെ ഹോസ്പിറ്റാലിറ്റി പറയാതിരിക്കാൻ വയ്യ. ദേ വർ ലൈക്ക് സോ വെരി കോർഡിയൽ. ഭയങ്കര നല്ല സ്റ്റാഫായിരുന്നു കേട്ടോ, നല്ല പെരുമാറ്റം എല്ലാവരും, റൈറ്റ് ഫ്രം ഷെഫ്സ് ടു എവറി പേഴ്സൺസ് ഔട്ട് ദെയർ. ആൻഡ് ഇവിടുത്തെ ലോബി കണ്ടോ, എത്ര ഹ്യൂജ് ലോബിയാണ് അല്ലേ. ലോബി സ്പേസ് ഭയങ്കര വലുതാണ്. ആൻഡ് അവിടുന്നും നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ വ്യൂസാണ് കിട്ടുക. അതിന് വേണ്ടി വലിയ വലിയ ഗ്ലാസ് വിൻഡോസാണ് അവിടെ എല്ലാം ഉള്ളത്. അവർ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് നല്ല ക്ലെവർ ഡിസൈൻ, ബിക്കോസ് അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്ന് നോക്കിയാലും നല്ല വ്യൂ കിട്ടുന്ന പോലത്തുള്ള നല്ല ഡിസൈനാണ്. ഇത് പള്ളിവാസലിലുള്ള ആറ്റുകാട് വാട്ടർഫോൾസ് ആണ് കേട്ടോ. അതിൻ്റെ അടുത്താണ് ഈ പ്രോപ്പർട്ടി. ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മൂന്നാർ ടൗൺ ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു മെയിൽ ടെമ്പറേച്ചർ അത്യാവശ്യം കൂടുതലായിരിക്കും. സീ ദേ ആർ സെർവിങ് അസ് വിത്ത് എ റിഫ്രഷിങ് വെൽക്കം ഡ്രിങ്ക്. ഓക്കെ, അപ്പോൾ പക്ഷേ ഇവിടെ ടെമ്പറേച്ചർ ഭയങ്കര കൂളായിരുന്നു. ചിലപ്പോൾ മേ ബി ആ വാട്ടർഫോൾ അടുത്തുള്ളതുകൊണ്ടായിരിക്കാം. നല്ല കാലാവസ്ഥയായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. രാവിലെയും ഈവൻ നൈറ്റിലുമെല്ലാം നല്ല തണുപ്പായിരുന്നു. സോ ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ അവിടുത്തെ ലിഫ്റ്റ് കണ്ടോ, ലിഫ്റ്റ് കൂടെ പോലും പുറത്തുള്ള വ്യൂ കാണുന്ന പോലെയാണ് ലിഫ്റ്റ്. ഒരു വാലി വ്യൂ ആയിട്ടാണ് ലിഫ്റ്റ് ഉള്ളത്. And this is our room. Just see it. ശരിക്കും luxury amidst nature. That is what blanket is all about. ശരിക്കും അടിപൊളി റൂം, നല്ല സൂപ്പർ റൂമായിരുന്നു. ആൻഡ് വെരി കോസി. ആൻഡ് ഇവിടുത്തെ വാഷ് ഏരിയ ഒക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ എനിക്കവിടെ ഭയങ്കര ഇഷ്ടമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഇങ്ങനെ കുറേ ഇൻഫർമേഷൻ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ബെഡ്ഷീറ്റ്സ് വാഷ് ഡെയിലി ഇൻ തൗസൻഡ്സ് ഓഫ് വാട്ടേഴ്സ് ഇൻ ദിസ് വേൾഡ് യൂസ് മില്യൻസ് ഓഫ് ഗാലൻസ് ഓഫ് വാട്ടർ ആൻഡ് ടൺസ് ഓഫ് ഡിറ്റർജൻറ്റ്, അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബെഡ്ഷീറ്റ്സ് ചേഞ്ച് ചെയ്യാൻ പറയാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാത്റൂം ടവൽസ് റീപ്ലേസ് ചെയ്യാൻ പറയാം. യൂസ് മാക്സിമം ആൻഡ് മിനിമൈസ് വാട്ടർ യൂസ് എന്നുള്ളതാണ് അവരുടെ ഒരു മോട്ടോ. അതെനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. ബിക്കോസ് വി നെവർ തിങ്ക് ഇൻ സച്ച് എ വേ. ഇങ്ങനെ എഴുതി കാണുമ്പോഴാണ് അതൊരു വേക്കപ്പ് കോൾ പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ആൻഡ് ദിസ് ഇസ് വാട്ട് I will show you from my window pane here. Just see, you can get the glimpse of waterfall from room. നമുക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും ഇഫ് യു ഓപ്പൺ ദ വിൻഡോ. അത്ര അടുത്താണ് ആ വാട്ടർഫോൾ ഉള്ളത്. ആൻഡ് അയ്യോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യേ സന്തോഷം. ജസ്റ്റ് ഹിയർ ദിസ്. Amazing. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ലോക്കൽ പ്ലേസസൊക്കെ ഒന്ന് ചുറ്റാൻ പോയി. എന്നിട്ട് രാത്രിയാണ് തിരിച്ചു വന്നത്. ആൻഡ് ദിസ് ഈസ് ഹൗ ബ്ലാങ്കറ്റ് ലുക്സ് അറ്റ് നൈറ്റ്. ഷീ ഈസ് ബ്യൂട്ടിഫുൾ അറ്റ് നൈറ്റ് ഓൾസോ.
ആൻഡ് ഈ സ്റ്റെപ്സൊക്കെ കണ്ടോ, ഫുൾ ലൈറ്റൊക്കെ വെച്ച് അടിപൊളിയാണ്. യെസ്, ആൻഡ് റൂംസും എല്ലാം നല്ല ക്ലീനാണ്. കോറിഡോഴ്സും എവ്രിവെയർ ഇറ്റ് ഇസ് ടു ക്ലീൻ ട്ടോ. അടിപൊളി സ്റ്റേ, അടിപൊളി. ആൻഡ് ഇപ്പോൾ നമുക്കവിടെ നൈറ്റ് വാട്ടർഫോൾ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം കേട്ടോ. പോയിട്ട് അവർ റൂമിലേക്ക് കയറാണ്, ഞാൻ ആ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് പോവാണ്. വി ക്യാൻ ജസ്റ്റ് സീ. It's completely dark out here. Just the sound of the falls and nothing else. പിന്നെ ഇതവിടെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന കോഫി, ടീ, വാട്ടർ അതൊക്കെയാണ്. ദിസ് ഗ്ലാസ് ഹാസ് ബീൻ സ്പെഷ്യലി ക്ലീൻ ഫോർ യുവർ പ്രൊട്ടക്ഷൻ. ഇതൊക്കെ എഴുതി കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ് അല്ലേ. ആൻഡ് ഇതിൻ്റെ ഉള്ളതെല്ലാം ചാർജബിളാണ്, അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നട്ട്സും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ ഉണ്ട്. ആ വേസ്റ്റ് ബാസ്ക്കറ്റ് തന്നെ എന്തൊരു ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് റൂം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഇതെല്ലാം ടച്ച് സ്ക്രീനാണ് കേട്ടോ. ഡു നോട്ട് ഡിസ്റ്റർബ്, ക്ലീൻ അപ്പ്, പ്ലീസ് വെയിറ്റ് ഒക്കെ. ഓക്കെ, ഡു നോട്ട് ഡിസ്റ്റർബ് കിടക്കട്ടെ. ബ്യൂട്ടിഫുൾ സ്റ്റോറീസ് ഓൺ യുവർ പ്ലേറ്റ്, ബെലസ ഡി റോക്ക, അതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഡിന്നർ ആലക്കാറ്റായിരുന്നു, നല്ല ഫുഡായിരുന്നു. റെസ്റ്റോറൻറ്റ് വാസ് റിയലി ബിഗ് ആൻഡ് നല്ല സർവീസായിരുന്നു, ഒരുപാട് ഇഷ്ടമായി. ഫുഡ് ഇസ് വെരി ടേസ്റ്റി. ഇത് പൂൾ സൈഡാണ്, പൂൾ സൈഡിലും ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഉണ്ട്. സോ ആഫ്റ്റർ ഡിന്നർ വി ഹാവ് കം ടു സ്ലീപ്പ്. ഇത് രാവിലെ ഒരു 6 മണിയായപ്പോഴാണ്. ഈ വിൻഡോ പെയിൻ തുറന്ന ദിസ് ഇസ് വാട്ട് വി ക്യാൻ ഹിയർ. എന്ത് രസമല്ലേ. ആൻഡ് സീ ദ വാലി, സീ ദ മൗണ്ടൻസ്. ഓ മൈ ഗോഡ്, ലിറ്ററലി ഇത് എന്താ പറയുക, വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ട്സ് വിച്ച് വി ഹാവ് സ്റ്റേഡ്. സോ ഗുഡ് ഇറ്റ് ഈസ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഗെറ്റിംഗ് ലോസ്റ്റ് ഇൻ ടു ദ നേച്ചർ. ആൻഡ് വിൻഡോ പെയിൻ ക്ലോസ് ചെയ്താൽ ഇറ്റ് ഇസ് സൈലൻസ്. You can see the trees swaying in the wind from the coziness of your bed. ഇതിൽ കൂടുതൽ എന്ത് വേണമല്ലേ എൻജോയ് ചെയ്യാൻ. ഇത് ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫാൾസ് കുറച്ചും കൂടി ഹൈറ്റിലാണ് ഇവിടുന്ന് കാണാൻ പറ്റുക. ആൻഡ് സീ ദ ഡെപ്ത്. ഇതൊക്കെ ഓപ്പൺ ഡൈനിങ് ഏരിയ ആണ്. ഫ്രം ഹിയർ യു ക്യാൻ എൻജോയ് ദ നേച്ചർ ആൻഡ് ഹാവ് യുവർ ഫുഡ്. ഹൗ ഗുഡ് ഇസ് ദാറ്റ്. ഇവിടെ ഇരുന്നാൽ യു ക്യാൻ സിപ്പ് യുവർ കോഫി ബൈ സീയിങ് ദ വാട്ടർഫാൾ. ഇനി നമുക്ക് ഇവിടുത്തെ എമ്യൂണിറ്റീസ് എല്ലാം നോക്കാം. ഇത് ഒരു ചെറിയൊരു സ്പേസ് ഫോർ കോൺഫറൻസ്, അതിന് വേണ്ടിയിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 40 persons ക്യാൻ ബി അക്കോമഡേറ്റഡ് ഹിയർ. ചെറിയ പാർട്ടീസ് ഓർ ചെറിയ മീറ്റിങ്സ് ആൻഡ് ഓൾ, അതിന് പറ്റിയൊരു സ്പേസാണ് ഈ ഭാഗത്ത്. ആൻഡ് ഈ ഒരു വാൾ അവർ ഒരു ബാസ്കറ്റ് ബോൾ സ്പേസ് ആയിട്ട് യൂസ് ചെയ്തേക്കാണ്. അത് ഒരുപാട് പ്ലേ ചെയ്യണമെന്നല്ല, ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് ബേസിസിന് യു ക്യാൻ ജസ്റ്റ് ത്രോ യുവർ ബാസ്കറ്റ് ബോൾ. പിന്നെ ജിമ്മും പ്ലേ ഏരിയയും ഒരുമിച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ജിമ്മിൽ ഭയങ്കര എന്താ പറയുക, ഒരുപാട് സ്പേസ് ഒന്നുമല്ല, പക്ഷേ അഡക്വേറ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ജിമ്മിലുണ്ട്, ജിം സ്പേസിൽ. അതുപോലെ പ്ലേ ഏരിയയിലാണെങ്കിൽ വാട്ട് ഇസ് ദാറ്റ്, ടേബിൾ ടെന്നീസിന് ഒരു സ്പേസ് ഉണ്ട്, ചെസ്, ക്യാരം ബോർഡ് അങ്ങനെയുള്ള ചെറിയ ഇൻഡോർ ഗെയിംസിനുള്ള സ്പേസും കൂടെ ദേ ഹാവ് അറേഞ്ച്ഡ് ഹിയർ.
ഈ പ്ലേ ഏരിയ ആൻഡ് ജിംനേഷ്യത്തിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് അവർ സ്പാ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തുളസി എന്നാണ് സ്പായുടെ പേര്. ആഫ്റ്റർ ദിസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് ബഫേ ആയിരുന്നു. ഫ്രഷ് ജ്യൂസ്, കോൾഡ് കോഫി, ടീ, കോൺഫ്ലേക്സ്. ഇറ്റ് വാസ് ലൈക്ക് ടു ഗുഡ്. ദെൻ ഡ്രൈ ഫ്രൂട്ട് കേക്ക്സ് ഉണ്ടായിരുന്നു, മഫിൻസ്, ഡാനിഷ് പേസ്ട്രി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. ദെൻ ക്രോസൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ വാട്ട് വാസ് ദെയർ, ബ്രെഡ്, വീറ്റ് ബ്രെഡും നോർമൽ ബ്രെഡും ടോസ്റ്റ് ചെയ്തിട്ടും അല്ലാതെയും ജാംസ് വർ ദെയർ, ബട്ടർ. പിന്നെ ഇഡ്ഡലി, ദോശ, അങ്ങനെ സൗത്ത് ഇന്ത്യൻ ഫുഡ്സ്. ദോശയൊക്കെ ലൈവായിട്ട് അവർ ചെയ്ത് തന്നു. ഉഴുന്ന് വട ഉണ്ടായിരുന്നു, സാമ്പാർ, ചട്നീസൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആൻഡ് പൂരി മസാല ഉണ്ടായിരുന്നു. ദെൻ പോഹ വാസ് ദെയർ. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വർ ദെയർ. ശരിക്കും നമ്മൾ വി ഹാഡ് ആർ ടമ്മി ഫുൾ, യുനോ. അതും എല്ലാം ടേസ്റ്റി ആയിരുന്നു. കുറേ ടൈപ്പ് ഓഫ് പാൻ കേക്ക്സ്, ഹണി ഗ്ലേസ്ഡ് ബനാന, പിന്നെ സ്വീറ്റ് പാൻ കേക്ക്, അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. നമുക്കെല്ലാം ഓരോന്ന് വീതമെങ്കിലും ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വയറ് ഫുള്ളാവും. സോസേജസ്, ബോയിൽഡ് എഗ്, ദെൻ ഓംലെറ്റ് ഓൾസോ ലൈവായിട്ട് അവർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ആൻഡ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, കട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും സാലഡ്സും എല്ലാം ഉണ്ടായിരുന്നു. ദെൻ യോഗേർട്ട് വാസ് ദെയർ വിത്ത് ഫ്രൂട്ട്സ് ഇൻ ഇറ്റ്. അങ്ങനെ ഒന്നും പറയണ്ട, അടിപൊളി ഫുഡായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് അൺലിമിറ്റഡ് ആൻഡ് ഫുഡ് ടേസ്റ്റി ആയിരുന്നു. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. യൂഷ്വലി ഇത്രയും വെറൈറ്റീസ് അങ്ങനെ കാണാറില്ല. ദിസ് വാസ് ടു ഗുഡ്. ആൻഡ് ഞങ്ങൾ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചു. വി വാസ് സോ ഹാപ്പി. ഇത് ഓപ്പൺ റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. ഇവിടെയും വന്നിരുന്ന് കഴിക്കാം. സോ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പൂളുള്ളത്. പൂൾ ഓപ്പൺ ആയിരുന്നു. പൂളും സ്പായും എല്ലാം ഓപ്പൺ ആയിരുന്നു ആക്ച്വലി. ബട്ട് നമ്മൾ പൂളിൽ അങ്ങനെ ഇറങ്ങിയില്ല. ഈവൻ ദോ ഇറ്റ് വാസ് ഓപ്പൺ, വി ജസ്റ്റ് തോട്ട് ഓഫ് ലൈക്ക് നോട്ട് ടു എൻ്റർ. ഇത് ഇൻഫിനിറ്റി പൂളായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പൂൾ. ശരിക്കും പൂൾ സൈഡ് കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. ബിക്കോസ് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൻഡ് വെൻ യു ജസ്റ്റ് ഹാവ് എ വാക്ക് അറൗണ്ട്, കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ആയിട്ട്, യെല്ലോ വയലറ്റ് കളർ ഫ്ലവേഴ്സും. ആൻഡ് വെൻ യു വാക്ക് യു വിൽ റീച്ച് ദ വാട്ടർഫോൾസ് അഗെയിൻ. വാട്ടർഫോൾസ് കാണാൻ പറ്റുന്ന പോലെ നമ്മൾ എത്തിയിരുന്നു. ആൻഡ് ശരിക്കും വി ഹാവ് എൻജോയ്ഡ്. എന്ത് രസമല്ലേ, നോക്കി നോക്കൂ. ഈ വാട്ടർഫോൾസിലേക്ക് വെള്ളം വീഴുന്ന പോലെ അങ്ങനെയാണ് ഇൻഫിനിറ്റി പൂൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് ഞങ്ങൾ മേൽ വന്നപ്പോഴാണ് ആലോചിക്കണം കേട്ടോ, ഇത്രയും വെള്ളവും കാര്യങ്ങളും ഒക്കെ. നൗ ഇപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ദ ബ്യൂട്ടി ഓഫ് ബ്ലാങ്കറ്റ് വിൽ ബി ലൈക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും ഇപ്പോൾ ബ്ലാങ്കറ്റ് കാണാൻ. ഐ കാൺട്ട് ഈവൻ ഇമാജിൻ ഹൗ ബ്യൂട്ടിഫുൾ ഷീ വിൽ ബി. ശരിക്കും നല്ല രസമുണ്ടാവും കേട്ടോ. മഴ പെയ്ത് ആകെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു റിവറും വാട്ടർഫോളും ഒക്കെ ആയിരിക്കും. ആൻഡ് ഈ ഒരു സ്പേസ് ഇവിടെ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. ഭയങ്കര കൂൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു, ഭയങ്കര കൂളായിരുന്നു. ആൻഡ് വി were thoroughly enjoying in this particular area. കൃഷ്ണൻ ചിത്രം കൂടെ അവിടെ ഗംഭീര ഫോട്ടോഷൂട്ടായിരുന്നു. സോ അതാണ് ബ്ലാങ്കറ്റിലെ എക്സ്പീരിയൻസ്. ഇതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ ഇറ്റ് ഇസ് ലൈക്ക് വർത്ത് സ്പെൻഡിങ് മണി ടു ഹാവ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി. സ്പെൻഡിങ് മണി ഇസ് സംതിങ് വർത്ത്. ആൻഡ് ദാറ്റ് വാസ് ബിഡിങ് ഗുഡ് ബൈ ടു ബ്ലാങ്കറ്റ്. ഈ തേയിലക്കാടുകളുടെ ഇടയിലൂടെ ബ്ലാങ്കറ്റിനെ നോക്കി ഞങ്ങളങ്ങനെ വിട പറഞ്ഞു. പക്ഷേ ഒരിക്കലെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടിയിൽ വന്ന് താമസിക്കാൻ പറ്റിയാൽ താമസിക്കണം. ആൻഡ് ആ ഒരു ഭംഗി എൻജോയ് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം. ദിസ് വാസ് ലൈക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് എന്താ പറയുക, ബ്യൂട്ടിഫുൾ മെമ്മറീസിൻ്റെ കൂടെ ബ്ലാങ്കറ്റും ഉണ്ടാവും ഫോർ ഷുവർ. ഈ സ്വർഗത്തിലോ അതോ സ്വപ്നത്തിലോ പറഞ്ഞൊരു പാട്ടില്ലേ, ആ ഒരു ഫീലാണ് വെൻ യു ആർ ഇൻ ബ്ലാങ്കറ്റ്. സോ കം ടു ബ്ലാങ്കറ്റ്, എക്സ്പീരിയൻസ് ആൻഡ് എൻജോയ് ദ നേച്ചർ വെൻ യു ആർ ഇൻ ബ്ലാങ്കറ്റ് ആൻഡ് ഗോ ബാക്ക് വിത്ത് ലോട്ട്സ് ഓഫ് മെമ്മറീസ്.
ആൻഡ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ സീൽ ഫോർ ജിന്ദഗി. ടേക്ക് കെയർ. ബൈ ബൈ.